എല്ലാവർക്കും ഷാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. മാത്രമല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വലിയ ഉള്ളി, ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു ചോപ്പറിൽ എല്ലാം കൂടെ ഇട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ സമയത്താണ് നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. മാത്രമല്ല കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം തന്നെ ചിക്കൻ മസാല, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സോയ ചങ്ക്സ് ആണ്. സോയ നമ്മൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. വലിയ സോയ ചങ്ക്സ് ആണെങ്കിൽ കട്ട് ചെയ്താൽ മതി. ചെറുതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞെടുത്താൽ മതി. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സോയ ചങ്ക്സിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വലിയ വേവൊന്നുമില്ല, കുറച്ച് സമയത്തെ വേവേ സോയാബീനുള്ളൂ. മാത്രമല്ല നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം സോക്ക് ചെയ്തും കൂടെ വെച്ചതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് വേവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് കുറച്ച് കുറവുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊരുപാട് ഗ്രേവി ഉള്ള ടൈപ്പ് മസാലയൊന്നുമല്ല, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഫൈനലായിട്ട് നമ്മൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷും കൂടെയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. മാത്രമല്ല നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.